ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. സോ നമ്മൾ ഇന്നലെ തിരുച്ചിയിലേക്ക് എത്തി. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ തിരുച്ചിയിൽ ആക്ച്വലി 2 ദിവസത്തെ പ്ലാനാണ്. സോ ഇന്ന് ആദ്യത്തെ ദിവസമാണ്. സോ ആദ്യ ദിവസം രാവിലെ തന്നെ രാവിലെ എഴിച്ചിട്ട് കുറേ നേരം വിൻഡോസിൻ്റെ കർട്ടനൊക്കെ നീക്കിയിട്ട് കുറേ നേരം റോട്ടിലൊക്കെ വായി നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഞാൻ വെള്ളം ചൂടാക്കിയാണ് കുടിക്കാനായിട്ട്. രാവിലെ എനിക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിക്കുന്ന ഹാബിറ്റുണ്ട്. ലൈക്ക് ഞാൻ രാവിലെ ടീ കോഫിയൊന്നും എടുക്കില്ല, അതുകൊണ്ട് ചൂടുവെള്ളമാണ്. വീട്ടിലാണെങ്കിൽ ഞാൻ മറ്റേ ABC ഐറ്റങ്ങളൊക്കെ ഇട്ടിട്ട് ഐസ് ക്യൂബ് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നത്. സോ ഇവിടെ അതൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ചൂടുവെള്ളം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം. സോ പിന്നെ എൻ്റെ ഫ്രണ്ട് മാനേജറെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഫ്രണ്ട് കാലത്തെ തകൃതിയായിട്ടുള്ള വർക്കാണ്, ലാപ്ടോപ്പിൽ കുത്തിയിരുന്ന വർക്കാണ്. ഞാൻ ആ നേരത്ത് കുറേ നേരം അവരെ സംസാരിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് വെള്ളം കുടിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വന്നു. ഹെയർ വാഷ് ഡേ ആണെന്ന്. ലൈക്ക് നമുക്ക് ഇന്ന് വർക്ക് പെട്ടെന്ന് തീരെയാണെങ്കിൽ വന്നിട്ട് നമുക്ക് ഉച്ചിപ്പിള്ളയാർ കോവിലും പിന്നെ ഉത്തമർ കോവിലെന്നൊന്നുണ്ട്. അതും ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്താണ്. സോ അവിടെ നമുക്ക് വന്നിട്ട് ബ്രഹ്മ വിഷ്ണു ശിവൻ 3 പേരും ഒരു കോവിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതൊക്കെ കാണാൻ പോവാം എന്ന് പറഞ്ഞു. സോ എന്നുള്ള പ്ലാനിലാണ്. സോ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്തു. വൈകിട്ട് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് അതുവഴി പോവും. ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഹോട്ടലിൽ വന്നിട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉച്ചിപ്പിള്ളയാർ കോവിലൊക്കെ ആണെങ്കിൽ ഈവനിങ് 8 മണിക്കൊക്കെ തന്നെ അവർ നട അടയ്ക്കും. പിന്നെ 8 മണിക്ക് ശേഷം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് പറ്റുമോ അത്ര പെട്ടെന്ന് പോകണം എന്നുള്ള ഐഡിയയിലാണ്. പെട്ടെന്ന് തല കോതിക്കൊണ്ടുവന്നപ്പോഴാണ് മുടി എത്രയാണ് കൊഴിഞ്ഞു പോകുന്നെന്നുള്ള ഒരു എണ്ണം വന്നത്. കുഴപ്പമില്ല, പോയിക്കോട്ടെ. എനിക്കിപ്പം മുടി കൊഴിച്ചിലിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫുഡ് ഹാബിറ്റ് മറ്റുമാണ്. போகலாமா? ஹைஸ் நாங்கள் டிபன் சாப்பிட போகிறோம் கைஸ். സോ 2 പേരും പെട്ടെന്ന് തന്നെ റെഡിയായതിന് ശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് നമുക്കിവിടെ മുകളിലാണ്, 5th ഫ്ലോറിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ പോയി കഴിക്കണം. കഴിച്ചിട്ട് റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ കാറ് വരും. അതാണ് ഫുഡിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബ്രെഡും ജാമുമാണ് ഞാൻ കഴിച്ചത്. നോർമലായിട്ട് പൊങ്കൽ, ഇഡ്ഡലി എല്ലാം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഇന്ന് ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോ 2 പേരുമായിട്ട് കഴിച്ച് തീർത്തിട്ട് റൂമിലേക്ക് വരുമ്പോൾ തന്നെ കാറ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ കാറിലേക്ക് കയറി നമ്മൾ വർക്ക് ചെയ്യുന്ന കോളേജിലേക്ക് വിട്ടു. സോ പിന്നെ അവിടെ പോയിട്ട് നമ്മളുടെ വർക്കൊക്കെ തുടങ്ങി. കുറേ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തപ്പോൾ തന്നെ ഉച്ചയായി. സോ ഉച്ചയായപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി. നമുക്കവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ്. ഈ 2 ദിവസവും നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ പിന്നെ കഴിച്ച് തീർന്നപ്പോൾ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട് സലാഡ് പോലെ ചുമ്മാ തന്നു, അതും കഴിച്ചു. സോ പിന്നെ വർക്ക് തീർന്നിട്ട് അവരുടെ റിട്ടേൺ ഞാൻ വന്നത് കോളേജ് ബസ്സിലാണ് വന്നത്. എൻ്റെ കൂടി വന്ന ഫ്രണ്ട് വന്നിട്ട് വേറെ ഒരിടത്തേക്ക് വർക്കിന് വേണ്ടി പോയി. അതുകൊണ്ട് ഞാൻ കോളേജ് ബസ് കയറി വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ച ഒരു മെമ്മറീസൊക്കെ എനിക്ക് വന്നുകൊണ്ടിരുന്നു. കോളേജിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കളി പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിരി വരും. പിന്നെ റൂമിലേക്ക് വന്നപ്പോൾ ഫ്രണ്ടും വന്നു റിട്ടേൺ. സോ 2 പേരും കൂടി പിന്നെ റൂമിൽ നിന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ഉച്ചിപ്പിള്ളയാർ കോവിലിലും അതുപോലെ തന്നെ നമുക്ക് ഉത്തമർ കോവിലിലും പോകാമെന്ന് പ്ലാനാണ്. ഞാൻ വന്ന ഉടനെ തന്നെ വീണ്ടും ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. എനിക്ക് ഈ ചൂടുവെള്ളത്തിൽ ആരെങ്കിലും കൈവശം തന്നാന്നറിയില്ല. എപ്പോഴും ചൂടുവെള്ളം കഴിച്ച് തീർന്ന ഉടനെ ചൂടുവെള്ളം വേണം. പിന്നെ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കെന്നൊക്കെ ഞാൻ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ചൂടുവെള്ളം ഒരുപാട് എടുക്കല്ലേ, അത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയ്ക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കേൾക്കില്ല, ഞാൻ അങ്ങനെ ചൂടുവെള്ളം കുടിക്കും. പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ചടപടയെന്ന് റെഡിയായി. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. രാവിലെ തന്നെ നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്തതുകൊണ്ട് വീണ്ടും കുളിക്കാൻ ഒരു മടിയെന്ന് മാത്രമല്ല നമ്മൾ ഡ്രസ്സും അതിന് കണക്കായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു.
സോ അതുകൊണ്ട് ജസ്റ്റ് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് റെഡി ആവുകയാണ്. ஃப்ரெண்ட்ஸ், நாங்கள் இப்போ எங்கே போகிறோன்னா இங்கே போகிறோம், உச்சி பிள்ளையார் கோவிலுக்கு போகிறோம். பிள்ளையார் நல்ல வழி காட்டுறாரான்னு பார்ப்போம். നമ്മൾ കാറിൽ തന്നെയാണ് പോകുന്നത്. അവർ എന്നെ കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്, അവർക്കിവിടെ എന്തോ വർക്കുണ്ട്, അതുകൊണ്ട് കാറിൽ കൊണ്ടുപോകാം, കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആട്ടോ ബുക്ക് ചെയ്ത് പോകണം, വഴി അറിഞ്ഞൂടാ, തേടി പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ പോയത് ഈവനിങ് സമയമായിരുന്നു. ഈവനിങ് നല്ല രസമുണ്ടായിരുന്നു ഈ ക്ലൈമറ്റൊക്കെ കാണാനായിട്ട്. ഉച്ചയ്ക്കൊക്കെ പൊരിഞ്ഞ വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. സോ നമ്മൾ ആദ്യം അങ്ങനെ ഉത്തമർ കോവിലിലേക്കാണ് വന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. പഴയ കോവിലാണ്. നല്ല കോവിൽ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ നമുക്ക് എൻട്രൻസിൽ ഇങ്ങനെ നെയ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വാങ്ങിയിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. നമുക്ക് നെയ് വിളക്കൊന്നും കോവിലിൻ്റെ അകത്തല്ല, കോവിലിൻ്റെ ആപ്പോസിറ്റ് തന്നെ ചെറുതായിട്ടൊരു മണ്ഡപം പോലെ ഉണ്ടായിരുന്നു. അവിടെയാണ് നമുക്ക് വിളക്ക് കൊളുത്തി വെക്കാനുള്ള ഇടമെന്ന് പറയുന്നത്. 50 രൂപയാണ്. അതൊക്കെ ചെയ്തിട്ട് പിന്നെ കോവിലിലേക്ക് വന്നു. കോവിലിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. സോ അടിപൊളി കോവിലാണ്. നല്ല സമാധാനമുണ്ട്. കുറേ കോവിലുകളുണ്ട്. ബ്രഹ്മ വിഷ്ണു ശിവന് വേണ്ടിയിട്ട് ഉള്ള കോവിലാണ്. 3 പേരും ഒരിടത്തിരിക്കുന്ന കോവിൽ. അപ്പം കുറേ ദൈവങ്ങളൊക്കെ ഉണ്ട്. നല്ല പഴയ കാലത്തുള്ള കോവിലാണ്. നൈസ്. മാനേജർ മാഡം തേടിഫൈങ് ദ അഡ്മിൻ ഓഫീസർ. ഇനി ഉച്ചിപ്പിള്ളയാർ കോവിലിലേക്ക് ഒരു ഓട്ടം. 8 മണി വരെ ഉച്ചിപ്പിള്ളയാർ കോവിലുള്ളൂ. 8 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ പറയുന്ന നമ്മൾ ഉച്ചിപ്പിള്ളയാർ കോവിലിലേക്ക് വിട്ടു. അവിടെ പോകുമ്പോൾ തന്നെ എന്തോ ഊർവലം എന്തോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പിന്നെ നമ്മൾ അർച്ചനയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അർച്ചനയ്ക്കുള്ള തട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ പടി കയറാൻ തുടങ്ങിയത്. അവിടെയുള്ള ആ ചേച്ചി പറഞ്ഞത് 10 നിമിഷത്തിൽ കയറാൻ ഒന്നും കുഴപ്പമില്ലെന്നൊക്കെ. നമ്മൾ കുറച്ച് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടലൊക്കെ തുടങ്ങി. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെ നടന്നാലേ പറ്റൂ. നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലയെന്ന്. പിന്നെ നടന്ന് നമ്മൾ കോവിലെത്തിയിട്ട് കുറേ നേരം നിന്ന് തൊഴുതു. തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരക്കെന്ന് പറയാനൊന്നുമില്ലായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, എന്നാലും വലിയ തിരക്കിലല്ല. സോ നമ്മൾ തൊഴുതിട്ട് വെളിയിൽ വന്ന് അങ്ങനെ വ്യൂ കാണാനായിരുന്നു. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. ലൈറ്റിങ്സും എല്ലാ ലൈറ്റിങ് ഇവിടെ മൊത്തം കാണാൻ പറ്റും ഇവിടെ നിന്നാലേ. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ. ഞാനും ഫ്രണ്ടും കൂടി കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഇവിടെ വെളിയിൽ നമുക്ക് ഈ പാറയിലൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് നേരമൊക്കെ അവിടെ കീഴെ ഇരിക്കാമെന്നുള്ള പ്ലാനിലൊക്കെ നിന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നിട്ട് നമ്മൾ ഇറങ്ങി വരികയാണ്. ഇതാണ് നമുക്ക് ഇറങ്ങുന്നതിൻ്റെ സ്റ്റെപ്സ്. ഇത് പാറയിലുള്ള സ്റ്റെപ്പാണ്. സോ കുറേ നേരം നമുക്ക് കുറച്ച് കീഴെ വന്നപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിനാണെങ്കിൽ നാമം ജപിക്കാനായിട്ട് ഒരു ചെറിയ മാല വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അതിനിടയിൽ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനൊന്നും വാങ്ങാൻ പോയില്ല. ഞാനൊക്കെ പണ്ടൊക്കെ എന്ത് കണ്ടാലും വാങ്ങണമെന്നുള്ളൊരു ഇതാണ്. പക്ഷേ പണ്ടും അങ്ങനെയൊന്നും ഇല്ല, വലുതായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ ഞാൻ വാങ്ങില്ല. പൈസ കയ്യിലുണ്ടെങ്കിലും വാങ്ങില്ല. പിശുക്കായിരുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങും. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും വാങ്ങാനായിട്ട് അത്രയ്ക്ക് മനസ്സ് വരില്ല. സോ ഇതാണ് വാങ്ങിയത്. ഗൈസ്, ഉച്ചിപ്പിള്ളയാർ കോവിലിൽ പോയി പിന്നെ ഇതാ തായിമാനവർ കോവിലിലേക്ക് പോവുകയാണ്. 8:15 നട അടയ്ക്കും. നമ്മൾ 8 മണിയായി. മൈ മാനേജർ ഫ്രണ്ട് സോ ഉച്ചിപ്പിള്ളയാർ കോവിലിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമുക്ക് തായിമാനവർ കോവിൽ എന്ന് പറഞ്ഞിട്ട് കീഴുണ്ട്. അത് നമുക്ക് വന്നിട്ട് ശിവൻ്റെ ക്ഷേത്രമാണ്. ശിവനും മട്ടുവാർ കുഴലി അമ്മൻ എന്ന് പറഞ്ഞിട്ട് തായിമാനവരും മട്ടുവാർ കുഴലി അമ്മനും. സോ അവിടെ നമ്മൾ തൊഴുതു. പിന്നെ തൊഴുതിട്ടാണ് നമ്മൾ കീഴിറങ്ങിയത്. நெக்ஸ்ட்டு ரீல்ஸ் எடுக்க போகிறோம். ரீல்ஸ் தெரிக்க விட போகிறோம். கைஸ், ரூமுக்கு வந்துட்டோம்.
പിന്നെ റൂമിലേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. റൂമിലേക്ക് വന്നിട്ട് ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. வீடியோவை இனி மறுபடியும் எப்போ எடிட் பண்ணி போடுவேன்னா ஒரு 6 months ஆஃப்டர் 6 months எடிட் பண்ணுவோம். we are going to மூவா சாப்பாடு. அங்கே அவ்வளோ படி ஏறிட்டு வந்துட்டு ஒரே ஒரு படி കഴിക്കാൻ പോകാം. 5th ഫ്ലോറിലേക്ക് പോകാം. 4th ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോറിലേക്ക് നടക്കുകയാണ്. മോർണിംഗ് എനർജി ഉണ്ടായിരുന്നു, ഇപ്പില്ല. എന്നാലും നടന്നു വന്നു. റൂമിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഞാൻ പറഞ്ഞു അവിടെ പോയി ഇരുന്ന് കഴിക്കാം, നമുക്ക് റൂമിൽ തന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. സോ കുറച്ച് നേരം വായി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. സോ ഫുഡ് കഴിക്കാൻ പോയടുത്തൊരു കൺഫ്യൂഷൻ, നമുക്ക് വെജ് കഴിക്കണോ നോൺ വെജ് കഴിക്കണോ എന്നൊക്കെ. നമ്മൾ നോൺ വെജ് കോവിലിൽ പോയതുകൊണ്ട് നോൺ വെജ് കഴിക്കാമോ എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. പക്ഷേ ഒടുവിൽ സറണ്ടറായി, നോൺ വെജ് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇവിടെ ബഫേ സിസ്റ്റം ഉണ്ടായിരുന്നു. സോ നമ്മൾ അതിനാണ് പോയത്. ചിക്കൻ സലാഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പക്ഷേ മെയിൻ കോഴ്സിലൊക്കെ നമുക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു. ആൻഡ് മട്ടൻ ബിരിയാണിയാണ്. ഞാൻ മട്ടൻ കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല. ഞാൻ സ്റ്റാർട്ടേഴ്സ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഫുള്ളാവും. അറിഞ്ഞും പറഞ്ഞും കഴിച്ചിട്ട് നടക്കാൻ വയ്യാതറിയാം. സോ കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് റിട്ടേൺ വന്നു. ഇതൊന്നും ഇല്ലല്ലോ ഡിഷ്, മെയിൻ കോഴ്സ്. സോ ഗൈസ് ചേച്ചിയിലെ ഫസ്റ്റ് ഡേ അങ്ങനെ കംപ്ലീറ്റ് ആയി. ആക്ച്വലി മോർണിംഗ് പോയതിന് ശേഷം വർക്ക് പിന്നെ ഇതിലേക്ക് പോകണമെന്ന്. അത് ആക്ച്വലി ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. സോ പോകണമെന്ന് വിചാരിച്ച് സക്സസ് ആയിട്ട് പോകാൻ പറ്റി. വർക്ക് തീർത്താലേ പോകാൻ പറ്റൂ. പക്ഷേ വേഗം തന്നെ തീർത്തു. പോയിട്ട് വന്നു, വളരെ ഹാപ്പിയാണ്. പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് വന്നു. പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അതില്ലാണ്ടെങ്കിൽ ഞാനും ആ ഫ്രണ്ടും കൂടി റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. റെസ്റ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. ഒരു ദിവസം കഴിച്ചു കൂട്ടി, ഇനി നാളെയും കൂടി കഴിച്ചു കൂട്ടണം. എൻ്റെ കുണ്ടുമണിയെ കാണാൻ കൊതിയായിട്ടുണ്ട് ഒരു ദിവസം. പക്ഷേ അടുത്തുള്ളപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അടുത്തുള്ളപ്പോൾ ഭയങ്കര ശല്യമാണ്. പശ അടുത്തുള്ളപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. പശ ഒട്ടി പിടിക്കുന്ന പോലെ അന്ന് ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കാണാതിരിക്കുമ്പോഴാണ് അയ്യോ എൻ്റെ കുട്ടിയെ കാണണേ എന്നുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ഫോണൊന്നും വിളിക്കാറില്ല. എവിടെയെങ്കിലും വന്നാൽ പിന്നെ വീഡിയോ കോളിലൊന്നും വിളിച്ച് അങ്ങനെ ചെയ്യാറില്ല. വീഡിയോ കോളിലൊക്കെ വിളിച്ചാൽ അവൾ കരയാൻ തുടങ്ങും, പിന്നെ എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ വന്നാൽ പിന്നെ വീട്ടിലാരുടെ അടുത്തേക്കും ചോദിക്കും എന്താ ചെയ്യുന്നത്, എന്താ പരിപാടി എന്നൊക്കെ. അല്ലാണ്ട് വിളിക്കാറൊന്നുമില്ല. ഉറപ്പിൻ്റെ കാര്യം ഉറക്കമായതുകൊണ്ട് വന്നല്ലേ പറ്റൂ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അത്രയേ ഉള്ളൂ. നാളെ രാവിലെ നമുക്ക് ഇവിടെ അടുത്തൊരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു, വാക്കബിൾ ഡിസ്റ്റൻസിൽ. അതിൽ പോകുന്നുണ്ട്. പക്ഷേ അവിടെ മറ്റേ ഡ്രസ് കോഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലെഗിൻസ് ഒന്നും ഇട്ടുകൊണ്ട് പോയിക്കൂടെ, അലൗഡ് അല്ല എന്ന്. സോ അതുകൊണ്ട് കയറ്റുമെന്നറിയില്ല. നാളെ മോർണിംഗ് എഴുതിച്ച് എങ്ങനെയാണ് റെഡി ആവുമെന്നറിയില്ല. അത് ഞങ്ങൾക്കായിട്ട് പോവാം. സോ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. ഒറ്റ ദിവസം അങ്ങനെ തിരിച്ചിൽ തള്ളി കഴിച്ച് നീക്കി. എവിടെയെങ്കിലും പോയാലായിരിക്കും നമുക്ക് വീട്ടിൽ പോകണമെന്നുള്ള എണ്ണം. വീട്ടിലുള്ളപ്പോൾ എവിടെയെങ്കിലും പോയാൽ മതി എന്നായിരിക്കും. പിന്നെ കുണ്ടുമണിയെ കാണാതിരിക്കാൻ വയ്യ. കുറച്ച്